2 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിത്. ഇശ്ശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു. ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു. യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേലിൻ മധുരഗായകൻ തന്നെ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. അവൻ്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവം കൽപ്പിച്ചു. ഇസ്രായേലിൻ പാറ എന്നോട് അരുളി ചെയ്തത്. മനുഷ്യനെ നീതിമാനായി ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ വാഴുന്നവൻ, മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിലെ പ്രകാശത്തിന് തുല്യൻ, മഴയ്ക്ക് മുമ്പ് സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളംപുല്ലിന് തുല്യൻ. ദൈവസന്നിധിയിൽ എൻ്റെ ഗ്രഹം അതുപോലെ അല്ലയോ? അവൻ എന്നോടൊരു ശാശ്വത നിയമം ചെയ്തുവല്ലോ. അത് എല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. അവൻ എനിക്ക് സകല രക്ഷയും വാഞ്ചയും തഴപ്പിക്കയില്ലയോ? എന്നാൽ സകല നീചന്മാരും എറിഞ്ഞുകിടക്കുന്നതും കൈകൊണ്ട് പിടിച്ചുകൂടാത്തതുമായ മുള്ളുപോലെ ആകുന്നു. അവയെ തൊടുവാൻ തുനിയുന്നവൻ ഇരുമ്പും കുന്തപ്പിടിയും ധരിച്ചിരിക്കണം. അവയെ അവ കിടക്കുന്നിടത്ത് തന്നെ തീ വെച്ച് ചുട്ടുകളയണം. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത്. തക്കെമോന്യൻ യോശബ് ബെഷെബത്ത്, അവൻ നായകന്മാരിൽ തലവൻ. 800 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്ന എസ്ന്യൻ അദീനോ ഇവൻ തന്നെ. അവൻ്റെ ശേഷം അഹോഹ്യൻ്റെ മകനായ ദോദായുടെ മകൻ എലെയാസർ. അവൻ ഫെലിസ്ത്യർ യുദ്ധത്തിന് കൂടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഇസ്രായേലിയർ പൊയ്ക്കളഞ്ഞപ്പോൾ ദാവീദിനോടുകൂടെ നിന്ന് ഫെലിസ്ത്യരെ വെല്ലുവിളിച്ച 3 വീരന്മാരിൽ ഒരുത്തനായിരുന്നു. അവൻ എഴുന്നേറ്റു കൈ തളർന്നു വാളോട് പറ്റിപ്പോകും വരെ ഫെലിസ്ത്യരെ വെട്ടി. അന്ന് യഹോവ വലിയൊരു ജയം നൽകി. കൊള്ളയിടുവാൻ മാത്രമേ പടജനം അവൻ്റെ അടുക്കൽ മടങ്ങി വന്നുള്ളൂ. അവൻ്റെ ശേഷം ഹരാര്യനായ ആഗയുടെ മകൻ ഷമ്മ. ഒരിക്കൽ ചെറുപയറുള്ള ഒരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്ത്യർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അവനോ വയലിൻ്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു ഫെലിസ്ത്യരെ വെട്ടി. യഹോവ വലിയൊരു ജയം നൽകി. 30 നായകന്മാരിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്നു. ഫെലിസ്ത്യരുടെ സൈന്യം രഫായിം താഴ്വരയിൽ പാളയമിറങ്ങിയിരുന്നു. അന്ന് ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫെലിസ്ത്യർക്ക് ബത്ലഹേമിൽ അക്കാലത്തൊരു കാവൽ പട്ടാളമുണ്ടായിരുന്നു. ബത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരുമെന്ന് ദാവീദ് ആർത്തി പൂണ്ടു പറഞ്ഞു. അപ്പോൾ ആ 3 വീരന്മാരും ഫെലിസ്ത്യരുടെ പാളയത്തിൽ കൂടി കടന്നു ചെന്ന് ബത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ചൊഴിച്ചു. യഹോവേ, ഞങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കലയോ? ഇത് ചെയ്യുവാൻ എനിക്ക് സംഗതി വരരുതേ എന്ന് പറഞ്ഞു. അത് കുടിപ്പാൻ അവന് മനസ്സിലായിരുന്നു. ഇതാകുന്നു ഈ 3 വീരന്മാർ ചെയ്തത്. യോവാബിൻ്റെ സഹോദരനും സെരൂയയുടെ മകനുമായ അബീഷായി 3 പേരിൽ തലവനായിരുന്നു. അവൻ തൻ്റെ കുന്തത്തെ 300 പേരുടെ നേരെ ഓങ്ങി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ 3 വെച്ച് കീർത്തി പ്രാപിച്ചു. അവൻ 3 മാനമേറിയവനായിരുന്നു. അവർക്ക് തലവനായി തീർന്നു. എന്നാൽ അവൻ മറ്റേ 3 വരികയില്ല. കപ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകൻ ബെനയാവും വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോബാബിലെ അരിയേലിൻ്റെ 2 പുത്രന്മാരെ സംഹരിച്ചതുമല്ലാതെ ഹിമകാലത്തൊരു ഗുഹയിൽ ചെന്നൊരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ കോമളനായ ഒരു മിസ്രൈമിനെയും സംഹരിച്ചു. മിസ്രൈമിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. അവനോ ഒരു വടിയും കൊണ്ട് അവൻ്റെ അടുക്കൽ ചെന്ന് മിസ്രൈമിൻ്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നു. ഇത് യഹോയാദയുടെ മകനായ ബെനയാവ് ചെയ്തു. 3 വീരന്മാരിൽ കീർത്തി പ്രാപിച്ചു. അവൻ 30 പേരിൽ മാനമേറിയവനായിരുന്നു എങ്കിലും മറ്റേ 3 പേരോളം വരികയില്ല. ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. യോബാബിൻ്റെ സഹോദരനായ അസാഹേൽ 30 പേരിൽ ഒരുത്തനായിരുന്നു. അവർ ആരെന്നാൽ ബത്ലഹേമിനായ ദോദാവിൻ്റെ മകൻ എൽഹാനാൻ, ഹരോദ്യൻ ഷമ്മ, ഹരോദ്യൻ എലീക്ക, പൽത്യൻ ഹേലസ്, തെക്കോവ്യനായ ഇക്കോഷിൻ്റെ മകൻ ഈര, അനാദോത്യൻ അബിയസർ, ഹൂഷാദ്യൻ, മെബുന്നായി, അഹോഹ്യൻ, സൽമോൻ, നെത്തോഫാത്യൻ മഹരായി, നെത്തോഫാത്യനായ ബാനയുടെ മകൻ ഹേലബ്, ബെന്യാമീനരുടെ ഗിബയിൽ നിന്നുള്ള രീബായുടെ മകൻ ഇദ്ദായി, പിരാദോന്യൻ ബെനയാവ്, നഹലോകാശുകാരൻ ഹിദ്ദായി, അർബാദ്യാരൻ അബി അൽബോൻ, ബർഹൂമ്യൻ, അസ്മാവത്ത്, ഷാൽബോന്യൻ, എല്യാഖ്ബ, യാഷേൻ്റെ പുത്രന്മാർ യോനാദാൻ, ഹരാര്യൻ ഷമ്മ, അരാര്യനായ ഷാരാരിൻ്റെ മകൻ അഹീരാം, മാഗാത്യൻ്റെ മകനായ അഹഷ്ബായുടെ മകൻ എലിഫെലത്ത്, ഗില്യോന്യനായ അഹിതോഫെലിൻ്റെ മകൻ ഏലിയാം, കർമേലിയൻ ഹെസ്രോ, അർബ്യൻ ബാറായി, സോബാക്കാരനായ നാദാൻ്റെ മകൻ ഈഗാൽ, ഗാദ്യൻ ബാനി, സെരൂയുടെ മകനായ യോബാബിൻ്റെ ആയുധവാഹകന്മാരായ അമോനിയൻ സേലക്ക്, ബെരോത്യൻ നഹരായി, ഇത്രിയൻ ഈര, ഇത്രിയൻ ഗാരേബ്, ഹിത്യൻ ഊരിയാവ്, ഇങ്ങനെ ആകെ 37 പേർ.